ഓ മൈ ഗോഡ്! തോമസ് തുഷെൽ എന്താണ് നിങ്ങളുടെ പദ്ധതി? എങ്ങാനും ഇനി ഇംഗ്ലണ്ട് ഈ ലോകകപ്പിൽ കാലിടറിയാൽ നിങ്ങളുടെ മേലായിരിക്കും അതിനുള്ള ഫുൾ പഴി കേൾക്കേണ്ടി വരിക. കാരണം നിങ്ങൾ സെലക്ട് ചെയ്ത 26 അംഗ സ്ക്വാഡിൽ പ്രധാനപ്പെട്ട 4 താരങ്ങൾ മിസ്സിംഗ് ആണ്. 4 താരങ്ങൾ ആരൊക്കെയാണെന്നല്ലേ? ഇതാ നമ്പർ പിടിച്ചോ. ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് റയൽ മാഡ്രിഡിന്റെ, കോൾ പാൽമർ ചെൽസിയുടെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹാരി മെഗ്വയർ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോഡൻ. 4 പ്രധാനപ്പെട്ട താരങ്ങളില്ലാതെയാണ് നിങ്ങൾ ഇറങ്ങുന്നത്. ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് ഒക്കെ പറഞ്ഞാൽ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. റയൽ മാഡ്രിഡിന്റെ അതിലൊക്കെ കോർണേഴ്സ് തൊട്ട് ഫ്രീ കിക്ക് തൊട്ട് എന്തിന് എല്ലാമായ ഒരു പ്ലേ മേക്കർ കൂടിയായ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡില്ലേ. യുണൈറ്റഡിന് വേണ്ടി ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന അടിപൊളി ഫോമിൽ കളിക്കുന്ന ഹാരി മെഗ്വയറും ടീമിലില്ല. പിന്നെ ഫിൽ ഫോർഡന്റെ കാര്യം എന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സബ്ബായിട്ടാണ് ഇറങ്ങാറ്. ഇടയ്ക്കൊക്കെ ഫസ്റ്റ് 11 വരാറുണ്ട്. എന്നാലും താരത്തിന്റെ പേരും വരാണ്ടിരുന്നത് ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെ കൈവിട്ട് കളഞ്ഞത് അത്ര ശരിയായോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ കോൾ പാൽമർ ചെൽസിക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക. താരത്തിന്റെ പേരും ലിസ്റ്റിലില്ല. ഇവരൊന്നും ഫോമല്ല എന്നാണ് ടുഷേൽ പറയുന്നത്. ടുഷേൽ എടുത്തിരിക്കുന്ന വേറെ പേരുകൾ പലതും ഇപ്പൊ റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ടീമിന്റെ ഒക്കെ പ്ലേയേഴ്സ് ആണ്. ടോട്ടനത്തിന്റെ ഒക്കെ പ്ലേയേഴ്സ് ഉണ്ട്. എന്താണ് ആളുടെ പ്ലാനിങ് ഒരു പിടുത്തോ നമുക്കില്ല. പക്ഷെ നമുക്കറിയില്ലേ കോച്ചുമാർ എന്ത് പ്ലാനിങ് ആണ് ചെയ്യണത്. പക്ഷെ ഈ 4 പേരുകൾ മൂലം ചിലപ്പോൾ തോമസ് തുഷേൽ വേട്ടയാടപ്പെട്ടിരിക്കും ഈ ലോകകപ്പിൽ എന്ന് എനിക്കൊരു വ്യക്തിപരമായി എനിക്കൊരു ഫീലിംഗ്. എനിക്ക് തോന്നുന്നതാണ്. മേ ബി ഇത് നടക്കാതിരിക്കും, എനിക്കറിയില്ല. എനിക്കൊരു തോന്നൽ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കമന്റ് ബോക്സിലിടും.